ടു ആർട്ട് ഓഫ് ബീങ് ഹാപ്പി. കഴിഞ്ഞ ആഴ്ച ഗുഡ് മോർണിംഗ് മെസ്സേജ് വന്നപ്പോൾ അതിൽ എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്ന മെസ്സേജിനെ റിലേറ്റ് ചെയ്താണ് ഇന്ന് സംസാരിക്കാൻ വിചാരിച്ചത്. അത് എൻ്റെ ചാനലുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അതിൽ ദ റിയൽ ലക്ഷറീസ് എന്ന് പറഞ്ഞ് 9 കാര്യങ്ങൾ കൊടുത്തിരുന്നു. അതിലെ ഒന്നാമത്തെ ലക്ഷറിയെ പറ്റി ഇന്ന് നമുക്ക് സംസാരിക്കാം. അത് എന്താണെന്ന് വെച്ചാൽ ഗുഡ് നൈറ്റ്സ് സ്ലീപ്പ്. ചില ലക്ഷറീസിന്റെ ഒരു വിലയും കൊടുക്കണ്ട, ബട്ട് ഇറ്റ് മീൻസ് എവറിത്തിങ്. ഇരുണ്ട മുറി, ശാന്തമായ മനസ്സ്, 8 hours ഓഫ് ഡീപ് സ്ലീപ്പ്. നമ്മൾ നന്നായി ഉറങ്ങുമ്പോൾ അടുത്ത ദിവസം വളരെ ലൈറ്റായി ഫീൽ ചെയ്യും, മനസ്സ് ശാന്തമായിരിക്കും. വി വേക്ക് അപ്പ് വിത്ത് എ ഹാപ്പി ഹാർട്ട്, റെഡി ടു ഫേസ് ദ ഡേ വിത്ത് ലവ് ആൻഡ് പേഷ്യൻസ്. എ ഗുഡ് നൈറ്റ് സ്ലീപ്പ് നമ്മൾ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിംപ്ലസ്റ്റ് ഗിഫ്റ്റാണ്. ഇനി നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് കിടക്കാം. ബീറ്റ്റൂട്ടും ക്യാരറ്റും കൊണ്ട് ഒരു ഹൽവയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മീഡിയം സൈസ് ബീറ്റ്റൂട്ട് എടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ക്യാരറ്റ് എടുത്ത് അതിൻ്റെയും തൊലിയെല്ലാം കളഞ്ഞ് അതും കഴുകി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാനിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗീ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി കാഷ്യൂ ഇടുന്നു. ഈ കാഷ്യൂ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. കോരി മാറ്റിയിട്ട് ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് വീണ്ടും 1/2 കപ്പ് നെയ്യ് ഒഴിച്ചിട്ട് ആ നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഒരല്പം സോൾട്ട് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഈ ക്യാരറ്റിനെയും ബീറ്റ്റൂട്ടിനെയും നന്നായി കുക്ക് ചെയ്തെടുക്കണം. ക്യാരറ്റും ബീറ്റ്റൂട്ടും ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം 20 മിനിറ്റായി. ഇപ്പോൾ രണ്ടും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണമായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് ഇനി ഈ പാലിൽ ഇത് നല്ലതുപോലെ വെന്ത് ഡ്രൈ ആവുന്നവരെ കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. പാൽ അബ്സോർബ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കും. ഷുഗർ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ചുകൂടെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യാം. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് കാർഡമം പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്യാം. ഷുഗർ ഇട്ടിട്ട് ഏകദേശം 5 മിനിറ്റായി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂസ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഹൽവ റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. ഞാൻ വീണ്ടും അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ വരാം. ടിൽ ദെൻ സീ യു. ബൈ ബൈ.